കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പുസ്തകത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയാണ്. കരസേനാ മുൻ മേധാവി ജനറൽ നരവാനെയുടെ ആത്മകഥയായ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയാണ് വിവാദങ്ങൾക്ക് കേന്ദ്രം. പുസ്തകത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടതെങ്കിലും നിലവിൽ അതിന്റെ അനധികൃത പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ആണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ഇതിനിടയിൽ ആരാണ് യഥാർത്ഥത്തിൽ എം നരവാനെ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ആരാണ് ജനറൽ മുകുന്ദ് എം നരവാനെ? ഇന്ത്യൻ സൈനിക ശക്തിയുടെ നിശബ്ദ പ്രതീകമായി ഉയർന്നു നിന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ. 2019 ഡിസംബർ 31 അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന്റെ 28ാമത് കരസേനാ മേധാവിയായി ചുമതലയേറ്റു. 2022 ഏപ്രിൽ 20 വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം നിശബ്ദമായ വെല്ലുവിളികളുടേതായിരുന്നു. ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റിമറിച്ച COVID-19 പാൻഡമിക് ഉൾപ്പെടെയുള്ള ആധുനിക സാഹചര്യങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം നയിച്ചു. 2020 ചൈനയുമായുണ്ടായ ഗാൽവാൻ സംഘർഷം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ പരീക്ഷിച്ച സമയമായിരുന്നു രണ്ടാമത്തേത്. ആ ഘട്ടത്തിൽ സൈനിക സജ്ജീകരണവും തന്ത്രപരമായ നീക്കങ്ങളും ശക്തിപ്പെടുത്തി സൈന്യത്തെ ആത്മവിശ്വാസത്തോടെ നയിച്ചതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ പ്രധാന പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നത്. അന്ന് 20 ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ചൈനീസ് സൈന്യത്തിലെ 50 സൈനികരാണ് കൊല്ലപ്പെട്ടത്. സൈന്യത്തിന്റെ ആധുനികവൽക്കരണ നടപടികൾക്ക് പിന്തുണ നൽകുകയും ഭാവി യുദ്ധരീതികൾക്കനുസരിച്ചുള്ള പുനഃസംഘടനാ ചർച്ചകൾക്ക് ദിശാബോധം നൽകുകയും ചെയ്തു. ആവേശത്തിനേക്കാൾ ആലോചനയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള അദ്ദേഹത്തിന്റെ ശൈലി സൈന്യത്തിനുള്ളിലും പുറത്തും അംഗീകരിക്കപ്പെട്ടു. യുദ്ധക്കളത്തിന് അപ്പുറം PhD നേടിയ ഉയർന്ന അക്കാദമിക് നിലവാരവും അദ്ദേഹത്തിനുണ്ട്. വിശിഷ്ട സേവാ മെഡൽ, അതിവിശിഷ്ട സേവാ മെഡൽ തുടങ്ങിയവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2 വർഷമായിട്ടും അനുമതിയില്ല. ദി കന്റോൺമെന്റ് കോൺസ്പിറസി എന്ന പേരിൽ ഒരു ത്രില്ലർ നരവാനെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആത്മകഥയായിരുന്നില്ല. നിലവിൽ വിവാദമായിരിക്കുന്ന 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയിൽ നരവാനയുടെ സൈനിക ജീവിതം, വിദേശ നയങ്ങളും സൈനിക നീക്കവും തമ്മിലുള്ള ഏകോപനം, ഗാൽവാൻ വെളിപ്പെടുത്തലുകൾ, അഗ്നിപഥ് പദ്ധതിയുടെ ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. 2023 തന്നെ രചന പൂർത്തിയാക്കിയെങ്കിലും 2 വർഷത്തിനിപ്പുറവും അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. സായുധ മേഖലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് ആത്മകഥാപരമായ കൃതികൾ പ്രകാശനം ചെയ്യുന്നതിന് പ്രതിരോധ മന്ത്രാലയത്തിന് മുൻകൂർ അനുമതി വേണം. അത് ലഭിക്കാത്തതാണ് പുസ്തക പ്രസിദ്ധീകരണം നടക്കാത്തതിന് പിന്നിലെ കാരണം. വിവാദമാകുന്ന ഗാൽവാൻ സംഘർഷം. ഇപ്പോൾ നരവാനെ വീണ്ടും ചർച്ചകളിൽ ഇടം പിടിക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധിയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലായിരുന്നു രാഹുൽ ഗാന്ധി മുൻ കരസേനാ മേധാവി എം നരവാനെയുടെ ഓർമ്മക്കുറിപ്പുകൾ വായിച്ചത്. 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്നായിരുന്നു പുസ്തകത്തിന്റെ പേര്. സിക്കിം അതിർത്തിയിൽ യുവ സൈനിക ഉദ്യോഗസ്ഥനായി സൈനിക സേവനം തുടങ്ങിയത് മുതൽ കരസേനാധിപനായി ഗാൽവാൻ സംഘർഷം നേരിട്ടത് വരെയുള്ള കാര്യങ്ങൾ നരവാനെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സൈന്യത്തിലെ ഹ്രസ്വകാല നിയമന പദ്ധതിയായ അഗ്നിപഥ്, ഗാൽവാൻ സംഘർഷം, ഡോക്ലാം വിഷയം എന്നിവയെക്കുറിച്ച് പുസ്തകത്തിലുള്ള ഭാഗമാണ് വിവാദമായിട്ടുള്ളത്. എം നരവാനെയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ 2023 ഒരു വാർത്താ ഏജൻസി പ്രസിദ്ധീകരിച്ചതോടെയാണ് പുസ്തകം പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചത്. സർക്കാർ അനുമതി ലഭിക്കാത്തതിനാൽ 2024 പുറത്തിറങ്ങേണ്ട പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം വൈകി. നിലവിൽ പുസ്തകത്തിന് ലഭിച്ച ഓർഡറുകൾ ആമസോൺ ഇന്ത്യ എന്നിവ റദ്ദാക്കിയിട്ടുണ്ട്. പുസ്തകം പുറത്തിറക്കുന്നതിന് ഇനി പ്രതിരോധ മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിക്കണം. വിരമിച്ച ശേഷം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സേനാ ഉദ്യോഗസ്ഥർക്ക് വിലക്കില്ല. എന്നാൽ രാജ്യസുരക്ഷ, ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല. പുസ്തകത്തിന്റെ ഒരു പതിപ്പ് ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിഷേധിക്കാൻ ശ്രമിച്ചത്. 2020 ഗാൽവാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിന് ഉള്ളതെന്ന് പറയപ്പെടുന്ന വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. ഗാൽവാൻ മേഖലയിലേക്ക് ചൈനീസ് ആർമി കടന്നു കയറാൻ ശ്രമിച്ചതിനെക്കുറിച്ചും ആ സമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ നിരാശാജനകമായ നീക്കത്തെക്കുറിച്ചും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ആധികാരികതയില്ലാത്ത വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തി പാർലമെന്ററി ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് സർക്കാർ വാദിച്ചത്. അതേസമയം പുസ്തകത്തിന്റെ യാതൊരുവിധ പതിപ്പുകളും ഇന്നുവരെ പ്രസിദ്ധീകരിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് പുസ്തകത്തിന്റെ പ്രസാധകരായ പെൻഗിൻ ബുക്സും രചയിതാവായ എം നരവാനെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച പുസ്തകം ആരാണ് നൽകിയതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. പുസ്തകത്തിന്റെ അനധികൃത പതിപ്പ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുമതി നൽകിയാൽ മാത്രമേ അതിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അവസാനമാവുകയുള്ളൂ.